എല്ലാ ഭക്തജനങ്ങൾക്കും കതിരവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കബഡി വെച്ച് നോക്കി അതിനുള്ള പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കുക. ചിങ്ങം 1 ആണ്ടുവറപ്പിന് 27 നക്ഷത്രക്കാർക്കും നമുക്ക് ഒരേപോലെ പരിഹാര കാര്യങ്ങൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നിലവിലെ എല്ലാവർക്കും വേണ്ടുന്ന ഒരു കാര്യമാണ് സാമ്പത്തിക ലാഭം ഉണ്ടാകണം, കടബാധ്യതകളൊക്കെ മാറിപ്പോണം, നല്ലൊരു വീട് വെച്ച് മുന്നോട്ട് പോകണം, വാഹനം മേടിക്കണം, ഇല്ലെങ്കിൽ നിലവിലെ വിവാഹപരമായ തടസ്സങ്ങൾ, ഓരോരുത്തർക്കും ഓരോ ആയിട്ടുള്ള കാര്യങ്ങൾ നേടാൻ വേണ്ടി 27 നക്ഷത്രക്കാർക്കും, അതായത് കഴിഞ്ഞ കുറേ കാലമായി സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് നമുക്ക് കൂടുതലും നമ്മളെ ബാധിക്കുന്നത്. നമ്മൾ കൃത്യമായി ജോലിക്കൊക്കെ പോകുമ്പോൾ സാലറി കിട്ടുന്ന സമയത്ത് അനാവശ്യമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. നമുക്ക് നാളത്തേക്കെന്ന് കരുതി വെച്ച പൈസകളൊക്കെ നമുക്ക് എന്താ പറയുക, പല രീതിയിലുള്ള സാമ്പത്തിക നഷ്ടങ്ങളിലൂടെ അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ ഈ സാമ്പത്തിക ലാഭത്തിനും ചിങ്ങം 1-നും 27 നക്ഷത്രക്കാർക്ക് ഒരേപോലെ ഐശ്വര്യം കിട്ടാനും, സമ്പത്തിൻ്റെ ഉറവിടം വരാനും, ജോലിയിൽ പുരോഗതി കിട്ടാൻ വേണ്ടി നല്ല വശ്യമുണ്ടാകാനും, അതുപോലെ നിങ്ങളുടെ നല്ല നല്ല ആഗ്രഹങ്ങൾ സാധിക്കാനും, അതേപോലെ തന്നെ വീടൊക്കെ പണി ചെയ്തിട്ട് വീട് പണി തീരുന്നില്ല, ലോൺ വെച്ചിട്ട് ലോൺ പാസ്സാകുന്നില്ല, പല രീതിയിലും പല പ്രശ്നങ്ങളും. അപ്പോൾ 27 നക്ഷത്രങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാകാൻ വേണ്ടി ആണ്ടുവറപ്പ് ദിവസം നമുക്ക് 1-ാം തീയതി ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഭക്തജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. മാക്സിമം ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. കാരണം 27 നക്ഷത്രക്കാർക്ക് നമുക്ക് ഏറ്റവും അധികം നമുക്ക് വേണ്ടത് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാലാറുടെ കയ്യിൽ നിന്നും അവരുടെ നിന്നും വില ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ കൂട്ടുകാർ വരും, ബന്ധുക്കാർ വരും, പരിസരവാസികൾ വരും, എല്ലാവരും നമുക്കൊരു വില തരും. പൈസ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും വില തരത്തില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ബന്ധുക്കാരുടെ ഒക്കെ അടുത്ത് ചെന്ന് നമ്മൾ കടം മേടിക്കും. 2 ദിവസം നമ്മൾ ചെല്ലുമ്പം 3-ൻ്റെ അന്ന് ഇവർ പതുക്കെ മുഖം കറക്കുന്ന കാണാം. അപ്പോൾ നമുക്ക് എന്താ പറയുക, നിത്യം ഒരു ജോലി ഉണ്ടെങ്കിൽ നിലവിലെ കടബാധ്യതകളൊക്കെ തീർന്ന് വീട് വെക്കാനും അതേപോലെ തന്നെ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ചിങ്ങം 1 തൊട്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യുന്നത് സാധ്യമാക്കും. അപ്പം മിക്ക ആൾക്കാർക്കും ഒരു വിചാരമുണ്ട്, ചിങ്ങം 1-ന് ചെയ്തിട്ട് ചൊവ്വാഴ്ച കടബാധ്യതകൾ മാറുന്നു. അങ്ങനല്ല. നമ്മളിത് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ചിങ്ങം തൊട്ട് അങ്ങോട്ടുള്ള ഓരോരോ ദിവസത്തിന് നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകും, നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകത്തില്ല, ശത്രുദോഷങ്ങൾ ഉണ്ടാകത്തില്ല, ഭാഗ്യങ്ങൾ വർദ്ധിക്കും. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും നമുക്ക് സാലറി കൂടിയ ജോലികളുടെ ഭാഗ്യങ്ങൾ നമ്മളെ തേടിയെത്തും. വിദേശത്തു നിന്ന് ഉള്ള ആൾക്കാർക്കൊക്കെ സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. ചിങ്ങം 1-ാം തീയതി നമ്മളെല്ലാവരും അമ്പലത്തിൽ പോകുന്നവരാണ്. അമ്പലത്തിൽ പോകാൻ പറ്റാത്തവരുണ്ട്, അത് കുഴപ്പമില്ല. പക്ഷേ ചിങ്ങം 1-ാം തീയതി അമ്പലത്തിൽ പോകുന്ന ഭക്തജനങ്ങൾ നേരത്തെ, അതായത് നിങ്ങൾ ദേവീ ക്ഷേത്രത്തിലാണെങ്കിൽ പോകുന്നെങ്കിൽ ചുമന്ന കളറിലെ പട്ട് മേടിക്കുക. അതേപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ശ്രീകൃഷ്ണ മഞ്ഞ എന്ന് പറഞ്ഞ പട്ട് നേരത്തെ മേടിച്ച് വെക്കണം. അതേപോലെ തന്നെ ശാസ്താവ്, ബാക്കിയുള്ള ക്ഷേത്രത്തിൽ ശിവക്ഷേത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് വെള്ളപ്പട്ട് സാധാരണ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതൊന്ന് നേരത്തെ ഒന്ന് മേടിച്ച് വെക്കുക. മേടിച്ച് വെച്ചതിന് ശേഷം ഒരു 51 രൂപ ചില്ലറ പൈസ എടുക്കുക. 51 രൂപ ചില്ലറ പൈസ, 5-ൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വീട്ടിൽ അമ്പലത്തിൽ വെച്ച് ചെയ്യേണ്ട, ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്താൽ മതി. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 51 രൂപയും, അതായത് 1 രൂപ എന്തായാലും വേണം, ബാക്കി 5 കുഴപ്പമില്ല. പിന്നെ കിട്ടുന്ന പോലെ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. കണക്ട് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ഈ 51 രൂപ എടുത്തിട്ട് നമ്മൾ ചുമന്ന പട്ടിനകത്ത്, ദേവീ ക്ഷേത്രത്തിലാണെങ്കിൽ ചുമന്ന പട്ട് എടുക്കുക. അതേപോലെ തന്നെ കിഴി കെട്ടുക. കൃഷ്ണക്ഷേത്രത്തിലാണെങ്കിൽ അതേപോലെ തന്നെ മഞ്ഞപ്പട്ട്. സാധാരണ ഉള്ള അയ്യപ്പൻ, അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി, അതേപോലെ ദുർഗാദേവി, അതേപോലെയൊക്കെ തന്നെ ഇരിക്കുന്ന ക്ഷേത്രങ്ങളിലാണെങ്കിൽ നമുക്ക് വെള്ളപ്പട്ടിനകത്ത് നമുക്കിത് കിഴി കെട്ടാം. കിഴി കെട്ടിയിട്ട് നമ്മളിത് ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം. കിഴി കെട്ടിയതിന് ശേഷം മാത്രം നമ്മൾ ഈ കിഴി കെട്ടിയ പൈസ നമ്മൾ 2 കൈയിലും നമ്മളൊന്ന് പിടിക്കുക. പിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് കാര്യമാണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത്, അതായത് നമുക്ക് നിലവിൽ സാമ്പത്തികപരമായിട്ടുള്ള തടസ്സമാണ്, വിവാഹ തടസ്സമാണ്, അതേപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള തടസ്സമാണ്, വീട് വെച്ചിട്ട് വീട് പണി സംബന്ധമായിട്ടുള്ള തടസ്സമാണ്, നമുക്ക് എന്ത് ആഗ്രഹങ്ങളാണ് നമുക്കുള്ളത് എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഏത് ദേവതയ്ക്കാണോ കൊടുക്കുന്നത്, ഉദാഹരണത്തിന് കൃഷ്ണനാണോ, ദേവിക്കാണോ, അയ്യപ്പനാണോ, ശിവനാണോ കൊടുക്കുന്നത് വെച്ച് ആ ദൈവത്തിനോട് നമ്മുടെ രീതിയിലായിട്ടുള്ള
മനസ്സുരുകി മനസ്സുരുകി നല്ലൊരു പ്രാർത്ഥന കൊടുക്കുക. പ്രാർത്ഥന കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യും, ഒരു 3 തവണ നമ്മളൊന്ന് ഒഴിയുക. 3 തവണ നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ ഒഴിഞ്ഞുകൊണ്ട് പോയാൽ മതി. അമ്പലത്തിലൊക്കെ ചെന്ന് ഒഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ച് കിട്ടില്ല. നമ്മുടെ മനസ്സിലെ കാര്യങ്ങളൊക്കെ, നമ്മുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ ഒന്ന് ആ 27 നക്ഷത്രക്കാരും അവിടെ ഇരിക്കുന്ന 27 നക്ഷത്രത്തിലുള്ള ഭക്തജനങ്ങൾ നമ്മുടെ മനസ്സിനുള്ള പ്രശ്നങ്ങൾ അതാത് അവരവരുടെ ഉപാസനമൂർത്തിയോടോ ഇല്ലെങ്കിൽ മഹാദേവനോടോ ഇല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയോടോ എന്ന് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക. ഉദാഹരണത്തിന് വണ്ടിയില്ല, ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്, നല്ലൊരു ജോലി കിട്ടുന്നില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ 3 തവണ ഒന്ന് തലക്കൊഴിക്കണം. തലക്കൊഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ആണ്ടുപിറപ്പ് 1 ചിങ്ങം 1 നമ്മൾ ക്ഷേത്ര ദർശനം നടക്കുന്ന തൊഴുന്ന സമയത്ത് അവിടെ വെച്ച് നമ്മൾ ഓൾറെഡി നമ്മൾ വീട്ടിലെല്ലാം വെച്ച് ഇത് ചെയ്ത്, അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ഒഴിയേണ്ട കാര്യമില്ല. അവിടെ വെച്ച് അതാത് ദേവതകൾക്ക് നമുക്ക് ഇഷ്ടമുള്ള സംഖ്യ വലത്ത് വെച്ചതിന് ശേഷം ഇതൊന്ന് നടക്കി വെക്കുക. അപ്പോൾ തിരുമേനിയുടെ പറയാൻ തലക്കൊഴിഞ്ഞ പൈസയാണ്, വഴിപാടാണെന്ന് പറഞ്ഞ് നടക്കി വെക്കുക. ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും. 27 നക്ഷത്രക്കാർക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നു കിട്ടും. ഇത് ചെയ്ത് പിറ്റേ ദിവസം തൊട്ട് നമ്മുടെ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. ബാക്കി നമ്മൾ ഇത് ചെയ്യുന്നതോടുള്ളത്തേക്ക് ഭഗവാനും നമ്മളും തമ്മിലുള്ള വിശ്വാസവും ഭക്തിയും പോലെ ഇരിക്കും നമ്മുടെ കാര്യങ്ങൾ. നമ്മൾ എത്രത്തോളം ഈ ഒരു കാര്യം ഈശ്വരനെ വിശ്വസിച്ച് ചെയ്യുന്നു, ഇല്ലെങ്കിൽ നമ്മൾ ഭക്തിയോർവ ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടു കൂടി ചെയ്യുന്നു, അത്രയും നമുക്ക് കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്തിൽ നമുക്ക് നടന്നു കിട്ടും. അപ്പോൾ 27 നക്ഷത്രക്കാർക്ക് ഒരേപോലെ ഗുണങ്ങൾ ഉണ്ടാകാനും സാമ്പത്തികം, അതായത് നിലവിൽ ഇത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സാമ്പത്തികപരമായിട്ട് ഉയർച്ച ഉണ്ടാകും. നിലവിൽ സാലറി കിട്ടുന്ന സമയത്ത് അനാവശ്യമായ നഷ്ടങ്ങളൊക്കെ മാറി സാമ്പത്തിക ലാഭവും വന്നു ചേരും, ഐശ്വര്യം ഉണ്ടാകും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എല്ലാം 27 നക്ഷത്രക്കാർക്ക് നടന്നു കിട്ടും. വിവാഹ തടസ്സം മാറിക്കിട്ടും, ശത്രുദോഷങ്ങൾ മാറിക്കിട്ടും, ജോലിയിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും, എല്ലാവിധ അനുഗ്രഹങ്ങളുണ്ടാകും. ഈ ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ തന്നെ നോക്കി കബഡി വെച്ച് അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒന്ന് ചെയ്യുക, ചാനൽ ഒന്ന് സബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് വിടുക, ഒന്നെങ്കിൽ ഫോൺ വിളിക്കുക. വിശ്വാസപൂർവ്വം ആണ്ടുപിറപ്പ് 1-ാം തീയതി ദിവസം ഇത് ചെയ്യുക. ചിലവർക്ക് അന്ന് പോകാൻ പറ്റിയില്ല, വൈകുന്നേരം ചെയ്താൽ മതി. ചിലവർക്ക് അന്ന് 1-ാം തീയതി പോകാൻ പറ്റിയില്ല, വീട്ടിലെ പല പല ബുദ്ധിമുട്ടുകൾ, പോകാൻ പറ്റിയില്ലാത്ത ദിവസങ്ങൾ നമ്മൾ ചിങ്ങമാസത്തിൽ പോകുന്ന സമയത്ത് നമുക്ക് അമ്പലത്തിൽ പോയാൽ മതി. ഇപ്പോൾ അമ്മമാർ ചേച്ചിമാരൊക്കെ ഡേറ്റിലുണ്ടാകുന്ന ചില വിഷയങ്ങളുള്ളതുകൊണ്ട് നിങ്ങൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഭക്തിപൂർവ്വം ചെയ്യുക. കൃഷ്ണനാണെങ്കിൽ മഞ്ഞ കൊടുക്കുക, ദേവിക്ക് ചുമന്ന പട്ട്, സാധാരണ മൂർത്തികൾക്കാണെങ്കിൽ നമുക്ക് വെള്ളപ്പട്ടിനകത്ത് ഇത് പൊതിന് നമുക്ക് വെക്കാം. അപ്പം നമ്മൾ വീട്ടിൽ ഇരുന്ന് തന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ പ്രാർത്ഥിച്ച് മനസ്സിൽ ഉറപ്പിച്ച് വേണം ഈ ഒരു കാര്യം. എന്നിട്ട് ഇതെടുത്ത് നമ്മൾ നല്ലപോലെ വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഇത് ഭക്തജനങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് വീണ്ടും ഒന്നും കൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്.